അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അപ്പോൾ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കാം 7 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചില വേർബുകളോ അല്ലെങ്കിൽ വേർബുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫ്രേസുകൾ കിട്ടും. ഇവ സെൻറ്റൻസിൽ വന്നാൽ നമ്മൾ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് പോകുമ്പോൾ ചേഞ്ച് ചെയ്യത്തില്ല. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവയിൽ വരുന്നത് നമ്മുടെ നീഡ് നോട്ട് ഉണ്ടാകും. നീഡ് നോട്ട്, യൂസ് ടു, വുഡ്, റാദർ, വുഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ തുടങ്ങിയ യൂസേജുകൾ, വുഡ് റാദർ, വുഡ് ബെറ്റർ തുടങ്ങിയ യൂസേജുകൾ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ നമ്മൾ അവയെ ചേഞ്ച് ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ, ഹീ സെഡ് ഐ ടു യൂസ് ടു എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നത് എന്നുള്ള അർത്ഥം. ആ യൂസ് ടുവിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തില്ല, അതിൻ്റെ മീനിങ് മാറിപ്പോകും. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലും അത് തന്നെ വരുന്നത്. ഐ യൂസ് ടു ഗോ ടു സ്കൂൾ ബൈ ബസ്. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഹീ യൂസ് ടു ഗോ ടു സ്കൂൾ ബൈ ബസ്. ആ യൂസേജിന് യാതൊരു മാറ്റവുമില്ല. അപ്പം യൂസേജിന് മാറ്റമില്ലാത്ത കാര്യങ്ങളാണ് നീഡ് നോട്ട്, യൂസ് ടു, വുഡ് റാദർ, ഒറ്റ യൂസേജ് ആണ്. വുഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ. ഇത് ഇത്രയും ഇൻഡയറക്റ്റ് സ്പീച്ച് വരുമ്പോൾ യൂസേജിൽ ചേഞ്ച് വരത്തില്ല. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റും സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളാണ്. ടൈം ക്ലോസിനെ കുറിച്ചാണ് പറയുന്നത്. ടൈം ക്ലോസ് വരുന്ന കുറച്ച് സെന്റൻസുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ടൈം ക്ലോസ് എന്ന് പറഞ്ഞാൽ വൈൽ ഐ വാസ് ഡൂയിങ് സംതിങ്, വൈൽ, അല്ലെങ്കിൽ വെൻ ഐ വാസ് ഡൂയിങ് ദാറ്റ്. ആ വൈല്, വെൻ അങ്ങനെയൊക്കെയുള്ള പോയിന്റുകളെയാണ് നമ്മൾ ടൈം ക്ലോസ് എന്ന് പറയുന്നത്. ഈ ടൈം ക്ലോസ് വരുന്ന സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെന്റൻസിലോ അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടെൻസിനാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ ടൈം ക്ലോസുകൾ വന്നാൽ ആ സെന്റൻസിൽ ടെൻസ് ചേഞ്ച് ചെയ്യില്ല. ടെൻസ് ഡസ് നോട്ട് ചേഞ്ച്. ഈ രണ്ട് റൂളിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ സെഡ് ടു മീ, ഒന്നാമത്തെ എക്സാമ്പിൾ, അതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പറയുന്നത്. വൈൽ ഐ വാസ് സ്റ്റഡിങ്, ING ഫോംസ്, കണ്ടിന്യൂസ് ടെൻസ്. വൈൽ ഐ വാസ് സ്റ്റഡിങ് യു വെയർ പ്ലേയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ കളിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി പറയാം. ഹി ടോൾഡ് മീ, സെഡ് മാറി ടോൾഡ് ആയി. ഹി സെഡ് ടു മീ ദാറ്റ് വൈൽ ഐ വാസ് സ്റ്റഡിങ്ങിൽ ഐ മാറി ഹി ആയി, യു മാറി എന്നോട് പറഞ്ഞതുകൊണ്ട് അത് ഐ ആയി മാറി. വൈൽ ഹി വാസ് സ്റ്റഡിങ് ഐ വാസ് പ്ലേയിങ്. അപ്പോൾ അവിടെ ടെൻസ് മാറിയില്ല, ടെൻസ് മാറ്റില്ല. ഇങ്ങനെയുള്ള സെന്റൻസിൽ ടെൻസ് മാറില്ല. ശ്രദ്ധിക്കുക. ഏതാണ്? ടൈം ക്ലോസ് പറഞ്ഞിട്ടുള്ള പാസ്റ്റ് ടെൻസിലോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ഹി സെഡ് വെൻ ഐ മെറ്റ് ഹിം, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. വെൻ ഐ മെറ്റ് ഹിം ഷീ വാസ് പ്ലേയിങ്, അവൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹി സെഡ് ദാറ്റ് വെൻ ഹി മെറ്റ് ഹിം, പ്രോണോൺ മാറിയിട്ടുണ്ട്, പക്ഷെ വെർബ് മാറിയിട്ടില്ല. ഷീ വാസ് പ്ലേയിങ്, വെർബ് മാറിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ ടൈം ക്ലോസ്, വെൻ, വൈൽ അങ്ങനെയുള്ള ടൈം ക്ലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാസ്റ്റ് ടെൻസോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസോ ആണെങ്കിൽ ആ ടെൻസുകൾ മാറ്റണ്ട. ഈവൻ ദോ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ പോലും അവിടെ മാറ്റം വരുത്തരുത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, രണ്ട് ആക്ഷൻ, ഒന്നിച്ച് നടക്കുന്ന രണ്ട് ആക്ഷൻ, അതായത് രണ്ട് സൈമിൾട്ടേനിയസ് ആക്ഷൻ. ഒന്നിച്ച് നടക്കുന്ന രണ്ട് ആക്ഷനുകൾ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ ടെൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അവിടെയും ചേഞ്ച് ചെയ്യില്ല. നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് ഇതും. അത് സിമിലർ ആയിട്ടുള്ള റൂളാണ്. രണ്ട് സൈമിൾട്ടേനിയസ് ആക്ഷൻ, ഒന്നിച്ച് നടക്കുന്ന രണ്ട് ആക്ഷനുകൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ ടെൻസ് മാറില്ല എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ, ഐ പ്രിപ്പയർഡ് ദ ടീ ആൻഡ് ഹീ ഫ്രൈഡ് ദ ചിപ്സ്. ഞാൻ ടീ പ്രിപ്പയർ ചെയ്തപ്പോൾ അവൻ ചിപ്സ് ഫ്രൈ ചെയ്തു. രണ്ടും ഒന്നിച്ച് നടക്കുന്ന ആക്ഷനാണ്. അപ്പോൾ അതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കിയാൽ ഷീ സെഡ് ദാറ്റ് ഷീ പ്രിപ്പയർഡ് ദ ടീ ആൻഡ് ഹീ ഫ്രൈഡ് ദ ചിപ്സ്. ടെൻസ് മാറില്ല. വെർബ് നോക്കൂ, ഫ്രൈഡ്, പ്രിപ്പയർഡ്. ടെൻസ് മാറില്ല, മാറ്റരുത് ഇങ്ങനെയുള്ള കേസിൽ. അപ്പോൾ രണ്ട് സൈമിൾട്ടേനിയസ് ആക്ഷൻ, രണ്ട് ആക്ഷൻ, ഒന്നിച്ച് നടക്കുന്ന രണ്ട് സൈമിൾട്ടേനിയസ് ആക്ഷൻ നടക്കുമ്പോൾ അത് രണ്ടും പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ അത് മാറ്റരുത്. നേരത്തെ നമ്മൾ ടൈം ക്ലോസ് ഉണ്ടെങ്കിൽ അത് മാറാത്ത കാര്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ രണ്ട് ആക്ഷൻ ഒന്നിച്ച് നടക്കുന്ന കേസിലാണ് അത് മാറ്റരുത് എന്ന് പറയുന്നത്. ദെൻ ഇത് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ് നടക്കുന്നതെങ്കിൽ ടെൻസ് ഡസ് നോട്ട് ചേഞ്ച്.
നോക്കിക്കോളൂ. ഹി സെഡ് ഗാന്ധി സ്റ്റാർട്ടഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഗാന്ധി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി സെഡ് ദാറ്റ് ഗാന്ധി സ്റ്റാർട്ടഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. സെയിം തിങ്. സെന്റൻസിനകത്ത് യാതൊരു ടെൻസിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. ബാക്കിയുള്ള കാര്യത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഓൾമോസ്റ്റ് ആ സെന്റൻസ് അങ്ങനെ തന്നെ നിൽക്കും. ജസ്റ്റ് ലൈക്ക് എന്താണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറയുന്നതാണ് തന്നെയാണ് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ടും. അത് പറയുമ്പോൾ ടെൻസ് മാറില്ല ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. ഓക്കെ, 5 റൂള് നമ്മൾ കഴിഞ്ഞു. 6ാമത്തെ റൂള് വിൽ ഓർ ഷാൽ. നമുക്കറിയാം വിൽ ഓർ ഷാൽ എന്തായിട്ട് മാറും? വിൽ ഓർ ഷാൽ വുഡോ ഷുഡോ ആയിട്ടാണ് മാറുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എഗെയിൻ യൂസേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. യൂസേജ് അനുസരിച്ച് വേണം മാറാൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വില്ലോ ഷാലോ, വില്ലിനെയോ ഷാലിനെയോ നമ്മൾ മാറ്റുന്ന സമയത്ത്, വില്ലിനെയോ ഷാലിനെയോ മാറ്റുന്ന സമയത്ത് സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് സജഷൻ മേക്ക് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. സജസ്റ്റീവ് ആയിട്ട് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സജഷൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സജസ്റ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിനെ മാറ്റേണ്ടത് ഷുഡ് ആയിട്ടാണ് മാറ്റേണ്ടത്. എന്തായിട്ടാണ് മാറ്റേണ്ടത്? വില്ലിനെയോ ഷാലിനെയോ ഷുഡ് ആയിട്ട് മാറ്റണം. അപ്പൊ അത് മാറ്റിയുള്ള കേസും മാറ്റാതെ ഉള്ള കേസും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ, ഹി സെഡ് ഐ ഷാൽ കം ടുമോറോ. ഞാൻ നാളെ വരാം. നാളെ വരാം എന്ന് പറയാൻ അതൊരു സജഷൻ അല്ല. ഞാൻ നാളെ വരാം, ഐ വിൽ ട്രൈ ടു കം എന്നുള്ളതാണ് അർത്ഥം ഉദ്ദേശം. ഐ ഷാൽ കം ടുമോറോ, ഞാൻ നാളെ വരാൻ നോക്കാം. അപ്പോൾ ഹി സെഡ് ദാറ്റ്, എന്താണ് അവൻ പറഞ്ഞു? ഹി സെഡ് ദാറ്റ് ഹി, ഐ ഷാൽ കം ടുമോറോ എന്താവും? ഹി വുഡ് കം ടുമോറോ. ഷുഡ് അല്ല, ഷാൽ ഷുഡ് ആയില്ല, വുഡ് ആണ്. വരാൻ ശ്രമിക്കാം. ഷുഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ഐദർ ഷോ കമ്പൾഷൻ, ഒന്നെങ്കിൽ നിർബന്ധിതമാണെന്ന് കാണിക്കും അല്ലെങ്കിൽ സജഷൻ എന്ന് കാണിക്കും. ഇത് രണ്ടുമല്ല ഈ കേസ്. ഞാൻ നാളെ വരാം നോക്കാം എന്ന് പറയാം. അപ്പോൾ ഐ ഷാൽ കം ടുമോറോ, ഹി വുഡ് കം ദ നെക്സ്റ്റ് ഡേ ആകും. ടുമോറോ എന്താകും? നെക്സ്റ്റ് ഡേ ആയി മാറും. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ സെഡ് ടു മീ, അവൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? വാട്ട് ഷാൽ ഐ ഡു ആഫ്റ്റർ ദ എക്സാം. വാട്ട് ഷാൽ ഐ ഡു ആഫ്റ്റർ ദ എക്സാം. എക്സാമിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? സജഷനെ കുറിച്ച് സംസാരിക്കും. സജഷൻ ചോദിക്കുകയാണ്. വാട്ട് ഷാൽ ഐ ഡു ആഫ്റ്റർ ദ എക്സാം. അപ്പോൾ ഷീ ആസ്ക്ഡ് മീ, ക്വസ്റ്റ്യൻ ആണല്ലേ. ഷീ ആസ്ക്ഡ് മീ വാട്ട്, ഇഫോ വെതറോ ഇല്ല, കാരണം അത് ഒരു WH ഫാമിലിയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. വാട്ട് ഷീ, ഷാലിന് പകരം എന്ത് വരും? ഷുഡ് വരും. വാട്ട് ഷീ ഷുഡ് ഡു ആഫ്റ്റർ ദ എക്സാം. ആഫ്റ്റർ ദ എക്സാം പാർട്ടിൽ ഒരു വ്യത്യാസവുമില്ല. ഷാൽ ഷുഡായി, ദെൻ ഐ എന്നുള്ളത് ഷീ ആയി മാറി. പക്ഷെ ഷാൽ എവിടെ വരണം? ഐക്ക് ശേഷം വരണം. അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതൊരു ഡയറക്റ്റ് സെന്റൻസിന്റെ ഫോർമാറ്റിലാകുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് 6ാമത്തെ റൂള് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് റൂൾ ഇസ് മോഡൽസ് ചേഞ്ച് ചെയ്യണം. മോഡൽസ് ചേഞ്ച് ചെയ്യാം, ബട്ട് only according to the meaning of the sentence. സെന്റൻസിന്റെ മീനിങ് പ്രകാരം മാത്രമേ മോഡൽസ് ചേഞ്ച് ചെയ്യാവുള്ളൂ. ഇപ്പൊ നോക്കേ, ആദ്യത്തെ സെന്റൻസ് ഷീ സെഡ് ഇഫ് ഐ ഗെറ്റ് സെലക്ടഡ് ഐ നീഡ് നോട്ട് ടേക്ക് എനി എക്സാം ഫർദർ. അവിടുത്തെ മോഡൽ നീഡ് ആണ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ, മോഡൽസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് വേർബ്സ് ആണ്. വേർബ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഹി സെഡ് വെൻ ഐ വാസ് എ കിഡ് ഐ കുഡ് നോട്ട് ഗോ ഔട്ട് അലോൺ. അവിടുത്തെ മോഡൽ കുഡ് ആണ്. ദെൻ ഷീ സെഡ് റാം യു മസ്റ്റ് ബി പ്രൂഡന്റ്. അവിടുത്തെ മോഡൽ മസ്റ്റ് ആണ്. ക്യാന്, കുഡ്, നീഡ്, മസ്റ്റ് അങ്ങനെയൊക്കെയുള്ള വേർഡ്സിനാണ് നമ്മൾ മോഡൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോഡൽസിന് മാറുന്നത് മീനിങ് അനുസരിച്ച് മാറണം. അതിനൊരു ഇന്ന റൂൾ, ഇന്നതാകണം, അങ്ങനെ ഒരു റൂൾ ഇല്ല. ഇപ്പം നോക്കാം നമുക്ക് ആദ്യത്തെ. ഷീ സെഡ് ഇഫ് ഐ ഗെറ്റ് സെലക്ടഡ്, ഞാൻ സെലക്ടഡ് ആകുകയാണെങ്കിൽ ഐ നീഡ് നോട്ട് ടേക്ക് എനി എക്സാം ഫർദർ, ഞാൻ പിന്നീട് വേറൊരു എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഷീ സെഡ് ദാറ്റ് ഇഫ് ഷീ ഗെറ്റ് സെലക്ടഡ് എന്തായി? ഗോട്ട് സെലക്ടഡ് ആയി. ഐ എന്തായി മാറി? ഷീ ആയി മാറി. ഇഫ് ഷീ ഗോട്ട് സെലക്ടഡ് ഐ നീഡ് നോട്ട് എന്തായി? ഷീ നീഡ് എന്തായി? ആവശ്യമില്ല എന്ന് കാണിക്കാൻ വുഡ് ആയി. ഷീ വുഡ് നോട്ട് ഹാവ് ടു ടേക്ക് എനി എക്സാം ഫർദർ. അപ്പൊ നീഡ് എന്തായി? വുഡ് ഹാവ് ആയി മാറി. വുഡ് നോട്ട് ഹാവ് ടു ടേക്ക് എനി എക്സാം ഫർദർ എന്നായി മാറി. ഐ നീഡ് നോട്ട് ടേക്ക് എനി എക്സാം ഫർദർ, വുഡ് നോട്ട് ഹാവ് ടു ടേക്ക് എനി എക്സാം ഫർദർ ആയി. ഇനി അടുത്ത എക്സാമ്പിൾ, ഹി സെഡ് വെൻ ഐ വാസ് എ കിഡ് ഐ കുഡ് നോട്ട് ഗോ ഔട്ട് അലോൺ. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ, വെൻ ഐ വാസ് എ കിഡ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഐ കുഡ് നോട്ട് ഗോ ഔട്ട് അലോൺ, എനിക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? ഹി സെഡ് വെൻ ഹി വാസ് എ കിഡ്, അവനൊരു കുട്ടിയായിരുന്നപ്പോൾ അവൻ ഒറ്റയ്ക്ക് പുറത്ത് പോകാനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ള അർത്ഥം. അവിടെ കുഡ് നോട്ടിന് പകരം എന്താ ഇവിടെ എഴുതിയത്? ഹി വാസ് നോട്ട് അലൗഡ്. അലൗഡ് അല്ല എന്ന് പറഞ്ഞു. വാസ് നോട്ട് അലൗഡ് ടു ഗോ ഔട്ട് അലോൺ. ഗോ ഔട്ട് അലോൺ അവിടെ തന്നെയുണ്ട്. ടു ഗോ ഔട്ട് അലോൺ ആയി മാറി. കുഡ് നോട്ട് എന്തായി മാറി? വാസ് നോട്ട് അലൗഡ് ആയി മാറി. കുഡ് നോട്ട് മീനിങ് കറക്റ്റ് ആക്കുന്ന രീതിയിൽ വാസ് നോട്ട് അലൗഡ് എന്നുള്ള രീതിയിലായി മാറി. ഇനി ഷീ സെഡ് റാം യു മസ്റ്റ് ബി പ്രൂഡന്റ്.
അപ്പോൾ എന്ത് ചെയ്തു, ഓർഡർ ചെയ്യാണ്, നീ പ്രൂഡൻ്റ് ആയിരിക്കണം, മസ്റ്റ് ഷോസ് കമ്പൾഷൻ, നിർബന്ധമാണ്, ഓർഡർ ഇടാണ്. റാം, ഷീ സെഡ്, ഷീ ഓർഡേർഡ് റാം ടു ബി പ്രൂഡൻറ്റ്. റാം എന്തായിരിക്കണം, ബി പ്രൂഡൻറ്റ്, ടു ബി പ്രൂഡൻറ്റ്. റാമിനോട് ഓർഡർ ചെയ്ത് എന്താണ്, ടു ബി പ്രൂഡൻറ്റ്. റാമിനോട് എന്ത് ഓർഡർ ചെയ്തു, ഷീ ഓർഡേർഡ് റാം, ഓർഡേർഡ് കഴിഞ്ഞ് ടു വരും, ഓർഡേർഡ് ടു കഴിഞ്ഞാൽ V1 ഫോം ആഡ് ചെയ്യണം, അത് ബി അവിടെ തന്നെ ഉണ്ട്, ടു ബി പ്രൂഡൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ സം ഇമ്പോർട്ടൻറ്റ് യൂസേജുകൾ വരുന്നത്. അപ്പോൾ ഇനി ഒരു സെഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ ഈ റൂൾസ് എല്ലാം അപ്ലൈ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാൻ നമുക്ക്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് പഠിച്ചു, അസേർട്ടീവ് സെനൻസുകൾ നോർമൽ സെനൻസ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് പഠിച്ചു, ദെൻ ഇൻട്രോഗേറ്റീവ് സെനൻസസ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു പഠിച്ചു, ഇമ്പറേറ്റീവ് സെനൻസ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു പഠിച്ചു, എക്സ്ക്ലമേറ്ററി സെനൻസ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു പഠിച്ചു, ഒപ്റ്റേറ്റീവ് സെനൻസ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു പഠിച്ചു, സം ഇമ്പോർട്ടൻറ്റ് റൂൾസ് പഠിച്ചു. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമുക്കറിയാം, ഒരാൾ കോട്ട് ചെയ്യുന്ന കാര്യം അതേ കണക്ക് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചും, അത് മാറ്റി പറയുന്നതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയും. അസേർട്ടീവ് സെന്റൻസിനകത്ത് നമ്മൾ എല്ലാ റൂൾസും പഠിച്ചു. റൂൾ 1, ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിൽ മാറ്റുമ്പോൾ കോമയും ഇൻവേർട്ട് കോമയും എടുത്ത് കളയണം. നോർമൽ സെന്റൻസിൽ അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും, ദാറ്റ് ഉപയോഗിക്കും. ദെൻ പ്രോണൗൺസിന്റെ ചേഞ്ച് എങ്ങനെയാണ്, സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആകും, ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആകും. ദെൻ പിന്നീട് നമ്മൾ പഠിച്ച റൂൾ എന്ന് പറയുന്നത് സേ ടു ടെല്ലായി മാറും, സേസ് ടു ടെൽസായി മാറും, സെഡ് ടു ടോൾഡായി മാറും. ദെൻ നമ്മൾ പഠിച്ച റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ സെന്റൻസിന്റെ ടെൻസിനെ മാറ്റണ്ട. ദെൻ നമ്മൾ പഠിച്ചു റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നിർബന്ധമായിട്ടും സെന്റൻസിന്റെ ടെൻസ് മാറ്റണം. ഇനി ടെൻസ് എങ്ങനെയാണ് മാറ്റുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസിന്, അതായത് V1ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് V2 ആക്കണം, V2 ആണെങ്കിൽ അതിനെ ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറ്റണം. ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന് ചേഞ്ച് ഇല്ല. ഡുവോ ഡസോ ആണെങ്കിൽ അതിനെ ഡിഡ് ആക്കി മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കണം, അതായത് ഈസോ ആറോ ആമോ എവിടെ കണ്ടാലും അതിനെ വോസോ വേറോ ആക്കി മാറ്റും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കുക, അതായത് വോസ് ഓർ വേർ എവിടെയെങ്കിലും കണ്ടാൽ ഹാഡ് ബീൻ രൂപം ആക്കുക, വോസ് ഓർ വേർ കണ്ടാൽ അതിനെ മാറ്റി ഹാഡ് ബീൻ ആക്കുക, ഹാഡ് ബീൻ എവിടെയെങ്കിലും കണ്ടാൽ അതിന് ചേഞ്ച് ഇല്ല. പിന്നീട് നമ്മൾ പഠിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കാൻ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കാൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹാസ് ഓർ ഹാവ് കണ്ടാൽ അതിനെ ഹാഡ് ആക്കി മാറ്റും. ഇതായിരുന്നു ടെൻസ് ചേഞ്ച് നമ്മൾ പഠിച്ചത്. ദെൻ മോഡൽസ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ പഠിച്ചു, ഷാലോ വില്ലോ ഷുഡോ വുഡോ ആയി മാറും, മേ മൈറ്റ് ആയി മാറും, ക്യാൻ കുഡ് ആയി മാറും. പിന്നീട് നമ്മൾ ടൈം ചേഞ്ച് പഠിച്ചു, ടുഡേ ദാറ്റ് ഡേ ആകും, ടുനൈറ്റ് ദാറ്റ് നൈറ്റ് ആകും, ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആകും, യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആകും, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേയോ ദ ഡേ ബിഫോറോ ആകാം. ലാസ്റ്റ് എന്നുള്ളത് പ്രീവിയസ് ആകും, ലാസ്റ്റ് എന്നുള്ള പ്രീവിയസ് ആകും, ദ പ്രീവിയസ് ആകും, ഹിയർ എന്നുള്ള ദേർ ആകും, ദിസ് ദാറ്റ് ആകും, ദീസ് ദോസ് ആകും, എഗോ ബിഫോർ ആകും, നൗ ദെൻ ആകും സെന്റൻസുകൾ. അത് കോമൺ ആണ് എല്ലാത്തിനും അല്ലേ. ദെൻ നമ്മൾ പഠിച്ചു ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ വരുമ്പോൾ 2 തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്, യെസ് ഓർ നോ ഉണ്ട്. അവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് എപ്പോഴും ഹെൽപ്പിംഗ് വെർബ് സബ്ജക്റ്റ് മെയിൻ വെർബ് എന്നുള്ള ഫോമാറ്റിലാണ്. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സബ്ജക്റ്റ് ഹെൽപ്പിംഗ് വെർബ് മെയിൻ വെർബ് എന്നുള്ള ഫോമാറ്റിലാക്കണം. ആർ യു കമ്മിങ്ങിനെ യു ആർ കമ്മിങ് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ ഈസി വരുന്നത്. യു ആർ കമ്മിങ്, ഐ വാസ് കമ്മിങ് ആയി മാറി, യു ഐ ആയി മാറി, ആർ വാസ് ആയി മാറി. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മതി. ദെൻ ക്വസ്റ്റ്യൻ വേർഡ്സ് വിത്ത് WH ഫാമിലി ആണെങ്കിൽ അവിടെ ഡയറക്റ്റ് പോകും. പക്ഷേ നമ്മുടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ കോമ ഇൻവേർട്ട് കോമ മാറ്റാൻ ഇഫ് ഓർ വെദർ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ആ റൂൾസ് അത്രയാണ് ഇൻട്രോഗേറ്റീവ് സെൻസിലുള്ളത്. സെഡ് ടു ആസ്ഡ് ആകാം, ക്വസ്റ്റ്യൻഡ് ആകാം, ഇൻക്വയർഡ് ഓഫ് ആകാം, ഇൻട്രോഗേറ്റഡ് ആകാം. ദെൻ ക്വസ്റ്റ്യൻ മാർക്കിന് മാറ്റി ഫുൾ സ്റ്റോപ്പ് ആക്കണം. സെന്റൻസിനെ ഇൻട്രോഗേറ്റീവ് ഫോമിൽ മാറ്റി ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ അതിനെ ഡയറക്റ്റ് ഫോം ഒരു സെന്റൻസിന്റെ ഫോമിലാക്കണം. ടെൻസും പ്രോണൗണും ചേഞ്ച് ചെയ്യണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഇഫോ വെദറോ ആഡ് ചെയ്യണം. WH ഫാമിലിയിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഒന്നും ഇഫോ വെദറോ ആഡ് ചെയ്യേണ്ട, ആ വാക്ക് തന്നെ ആഡ് ചെയ്താൽ മതി. ദെൻ പിന്നീട് നമ്മൾ അതിനകത്ത് ലാസ്റ്റ് നമ്മൾ പഠിച്ചൊരു കാര്യം, മാഡം, സർ, യുവർ ഓണർ തുടങ്ങിയ വാക്കുകൾ വരികയാണെങ്കിൽ നമ്മൾ പറയും ആസ്റ്റ് ഹെർ റെസ്പെക്ട്ഫുള്ളി എന്നുള്ള വാക്കുകൂടെ ആഡ് ചെയ്തതായിട്ട് നമ്മൾ പറയും. ദെൻ നമ്മൾ സെന്റൻസിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ആൻസേർഡ് ഇൻ ദ നെഗറ്റീവ് അല്ലെങ്കിൽ ആൻസേർഡ് ഇൻ ദ അഫർമേറ്റീവ് എന്നുള്ള രീതിയിൽ പറയുമെന്ന് പറഞ്ഞു.
ദെൻ നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ വന്നു. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഓർഡർ ഇടുക, കമാൻഡ് ഇടുക അങ്ങനെയുള്ള സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ ഓർഡർ ആണെങ്കിൽ ഓർഡേർഡ് പറയും, റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് എന്ന് പറയും, ചെയ്യരുതെന്ന് പറയുകയാണെങ്കിൽ ഫോർബേഡ് പറയും, അല്ലെങ്കിൽ സജസ്റ്റഡ് പറയും. ദെൻ ടു ആഡ് ചെയ്യും, അതിനുശേഷം ടു ആഡ് ചെയ്യും. ടു ആഡ് ചെയ്താൽ അതിനുശേഷം V1 ഫോം ഓഫ് ദ വെർബ് ആഡ് ചെയ്യും. ദെൻ ടെൻസും പ്രോണൗണും ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞു ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ. ഓക്കെ. ദെൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ നമുക്കറിയാം സഡൻ ഫീലിങ്സ് കാണിക്കുന്ന വാക്കുകളുണ്ട് സെഡിൻ്റെ കൂടെ. അതിനനുസരിച്ച് അലാസ് ആണെങ്കിൽ നമ്മൾ എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ പറയും. ഹുറേ ആണെങ്കിൽ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് പറയും. ഫൈ ഓർ അഗ് ആണെങ്കിൽ എക്സ്ക്ലെയിംഡ് വിത്ത് ഡിസ്കൈസ് ഓർ ഡെസ്പൈസ് ഓർ ഡിസ്കസ്റ്റ് പറയും. വോ ആണെങ്കിൽ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് പറയും. സെഡ് പ്ലസ് ഓ ആണെങ്കിൽ നമ്മൾ സർപ്രൈസ് ഓർ റിഗ്രറ്റ് പറയും. ദാറ്റ് ഉപയോഗിക്കും ടെൻസും പ്രോണൗണും ചേഞ്ച് ചെയ്യും. ഇത്രയാണ് നമ്മൾ അതിൽ പഠിച്ചത്. ദെൻ ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ അതിൽ മേ ചേർത്തുള്ള സെൻറ്റൻസ് വരുന്നത്. അപ്പം മിക്കവാറും നമ്മൾ അവിടെ മൈറ്റ് വരും. ദെൻ പ്രൈഡോ വിഷ്ഡോ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഉപയോഗിക്കും അവിടെ. അപ്പോൾ ഹി പ്രേഡ് ദാറ്റ് ഗോഡ് മൈറ്റ് ബ്ലെസ് മീ എന്നുള്ള ഫോമാറ്റിലുമാണ്. ആൻഡ് സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിച്ചു. അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് പഠിച്ചു. മാറാത്ത സെൻറ്റൻസിൽ മാറാത്ത വാക്കുകൾ ഏതൊക്കെയാണ്? നീഡ് നോട്ട്, യൂസ് ടു, വുഡ് റാദർ, വുഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ തുടങ്ങിയവ മാറില്ല എന്ന് പഠിച്ചു. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ടൈം ക്ലോസ് വരുന്നുണ്ടെങ്കിൽ ടെൻസ് ചേഞ്ച് ചെയ്യില്ല എന്ന് പഠിച്ചു. സിമിലർ ആയിട്ടുള്ള മറ്റൊരു കാര്യം, രണ്ട് സൈമിൾട്ടേനിയസ് ആക്ഷൻ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ, അതായത് പാസ്റ്റ് ടെൻസിൽ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ അവിടെയും ടെൻസ് ചേഞ്ച് ചെയ്യില്ല എന്ന് പഠിച്ചു. ദെൻ ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണെങ്കിലും ടെൻസ് ചേഞ്ച് ചെയ്തില്ല എന്ന് പഠിച്ചു. ദെൻ വിൽ ഓർ ഷാല് വുഡ് ഓർ ഷുഡ് ആയിട്ടാണ് മാറുന്നത്. പക്ഷേ സജഷൻ ആണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഷുഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ദ ലാസ്റ്റ് വൺ മോഡൽസ് യൂസേജ് അനുസരിച്ച് പഠിക്കണം. അത് കുറച്ചൊരു കൺഫ്യൂസിങ് വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. ടിപ്പിക്കൽ കേസ് ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിങ് എക്സാമിനും SSC എക്സാംസിനും അത് കണക്ക് തന്നെ PSC എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ എൻ്റെ ഈ നോട്ട്സ് അടങ്ങുന്ന PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഈ സ്ലൈഡിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ സ്ലൈഡ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് കിരൺ സൈനിങ് ഓഫ്.